വിഴിഞ്ഞത്തിനായി 9 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിഴിഞ്ഞം പദ്ധതി ജീവനോപാധി നഷ്ടപരിഹാരത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായാണ് 9.57 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാതിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് തുക അനുവദിക്കുന്നത്. ചെറിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് 4.2 ലക്ഷം വീതം ആകെ 2.01 കോടി രൂപ നൽകി. കടൽ തീരം റിസോർട്ടിലെ 15 ജീവനക്കാർക്ക് 2.50 ലക്ഷം വീതം ആകെ 37.5 ലക്ഷം രൂപ നൽകി. ഇതിനായാകെ 2.39 കോടി അനുവദിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം ഹാർബറിന് സമീപം മത്സ്യത്തൊഴിലാളികൾക്ക് കളിസ്ഥലം നിർമ്മിക്കാൻ 87.5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കരുമാടി തൊഴിലാളികൾ, കരുമാടി വനിതാ തൊഴിലാളികൾ, മസിൽ ലേബേഴ്സ് എന്നിവർക്കാണ് നഷ്ടപരിഹാരം അനുവദിച്ചത്. ഇതിനായി 718 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആകെ 9.57 കോടി രൂപയുടെ ധനസഹായമാണ് വിതരണം ചെയ്യുന്നത്. വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസന വഴികളിൽ നാഴികക്കല്ലാകുന്ന അഭിമാന പദ്ധതിയാണ്. പദ്ധതിക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്ന പ്രദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന സർക്കാർ നിലപാടിന്റെ ഉറപ്പാണ് ധനസഹായ വിതരണത്തിലൂടെ തെളിയുന്നതെന്നാണ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഇത്തരത്തിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്കായി ധനസഹായം അനുവദിക്കപ്പെടുമ്പോഴും നിർമ്മാണം പൂർത്തിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അടുപ്പിക്കാനാകാതെ പുറം കടലിൽ കപ്പലുകൾ നങ്കൂരമിടേണ്ടി വരുന്ന അവസ്ഥയിലാണ്. തുറമുഖത്ത് നിർമ്മാണം പൂർത്തിയായ ബർത്തിൽ ഒരേ സമയം 2 കപ്പലുകൾ മാത്രമേ അടുപ്പിക്കാൻ കഴിയൂ എന്ന പരിമിതിയാണ് ഇതിന് കാരണം. അങ്ങനെയാകുമ്പോൾ 2-ലധികം കപ്പലുകൾ ഒരേ സമയം അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ കപ്പലുകൾ പുറം കടലിൽ നങ്കൂരമിടേണ്ടി വരും. അല്ലെങ്കിൽ കൊളംബോ ഉൾപ്പെടെയുള്ള തൊട്ടടുത്ത തുറമുഖങ്ങളിലേക്ക് പോകേണ്ടി വരും. കപ്പലുകൾ എത്തുമെന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയങ്ങളിൽ തുറമുഖത്ത് മറ്റ് കപ്പലുകൾ ഉണ്ടാകുന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. കാരണം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കപ്പലുകളെല്ലാം തുറമുഖത്ത് അടുക്കാൻ സാധ്യതയില്ല. 18ഓളം കപ്പലുകളാണ് കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തടുത്തത്. വരും ദിവസങ്ങളിൽ 2ഉം കഴിഞ്ഞ ദിവസം 5 കപ്പലുകളും ഷെഡ്യൂൾ ചെയ്തിരുന്നു. മണിക്കൂറിൽ ശരാശരി 100 TEU കണ്ടെയ്നർ എന്ന നിരക്കിൽ 10 മണിക്കൂർ കൊണ്ട് ശരാശരി 1000 TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയും. അടുപ്പിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഇറക്കാനും കയറ്റാനുമുള്ള കണ്ടെയ്നറുകളുടെ എണ്ണമനുസരിച്ച് ഈ ക്രമീകരണത്തിൽ മാറ്റം സംഭവിക്കാം. ജാനുവരിയിൽ തുറമുഖത്തേക്ക് അടുപ്പിച്ച 45 കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നർ മാറ്റം നടത്തിയപ്പോൾ മാർച്ചിൽ ആദ്യ 2 ആഴ്ചക്കിടയിൽ 17 കപ്പലുകൾ തുറമുഖത്തേക്ക് അടുപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. അതനുസരിച്ചുള്ള ഷെഡ്യൂളുകൾ തയ്യാറാക്കി കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആരംഭിച്ചതെങ്കിലും ഇന്ന് അത് കേരളത്തിന്റെ ഏറ്റവും മുൻഗണനയിലുള്ള ഒരു വികസന പദ്ധതിയായി കേരള സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. 2159 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി കേരള സർക്കാർ ഇതുവരെയും ചെലവാക്കിയിരിക്കുന്നത്. പദ്ധതിക്കായുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകുന്നതിൽ നിന്നും കേന്ദ്രം പിന്മാറിയപ്പോഴും അത് നൽകാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ഈ തുക നബാർഡിൽ നിന്ന് വായ്പയായി ലഭ്യമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. വയബിലിറ്റി ഫണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്രം നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. അതേസമയം തന്നെ ആ തുക കേരളത്തിന്റെ അവകാശമാണെന്നും കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്നുമാണ് മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞത്. 2028 വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. തുറമുഖ പദ്ധതിയോടനുബന്ധിച്ച് ഭൂഗർഭ പാതയും കണക്ഷൻ റോഡും നിർമ്മാണത്തിനൊരുങ്ങുകയാണ്. അതിന്റെ 2, 3, 4 ഘട്ടങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പരിസ്ഥിതി അനുമതി കാത്തിരിക്കുകയാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഗതാഗത മേഖലകളും പരിഷ്കരിക്കപ്പെടുകയാണ്. സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് തുറമുഖ പദ്ധതി മാതൃകയിൽ വിഴിഞ്ഞം തുറമുഖത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റുമ്പോൾ അത് കേരളത്തിന്റെയും തലസ്ഥാന നഗരിയുടെയും സമ്പദ്ഘടനയിൽ കാര്യമായ വ്യതിചലനങ്ങൾ ഉണ്ടാക്കും.